ഹായ്, ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കറക്റ്റ് ടൈമിന് നിങ്ങൾ എത്തുക എന്ന് മാത്രമല്ല ഡ്രസ് കോഡ് കൃത്യമായിട്ട് പാലിക്കണം. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളുടെ ഒരു കൺസേൺ ആണ്, ഒരു പ്രിജുഡൈസ് ഉണ്ടാവും കഴിഞ്ഞ വർഷത്തെ പോലെ കട്ട് ഓഫ് ഉയരോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ എക്സാം എഴുതുമ്പോൾ ഒരുപക്ഷെ എക്സാം ടഫ് ആയിരിക്കും അല്ലെങ്കിൽ സിമ്പിൾ ആയിരിക്കാം. ടഫ് ആണെങ്കിൽ ഇന്ത്യയിൽ എല്ലാവർക്കും ടഫ് ആയിരിക്കും, സിമ്പിൾ ആണെങ്കിൽ എല്ലാവർക്കും സിമ്പിൾ ആവുന്ന ആറ്റിറ്റ്യൂഡിൽ എഴുതുക. അപ്പോൾ ഒരു ഉത്തരം ഇനി കിട്ടിയില്ലെങ്കിൽ ഒരു ടെൻഷനും വേണ്ട, അത് ആർക്കും കിട്ടുന്നുണ്ടാവില്ല, നിങ്ങളുടെ റാങ്കിനെ ഒട്ടും ബാധിക്കും. നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പരീക്ഷ ഈസിയോ ടഫോ എന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് നോക്കാം. ആൻഡ് ലാസ്റ്റ് എനിക്ക് കുട്ടികളോടും പാരൻസിനോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഒന്നിൻ്റെ അവസാനമല്ല. നീറ്റിന് ഒരു വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് നീറ്റ് കിട്ടാതെ ലൈഫിൽ വലിയ വലിയ നിലയിലെത്തിയ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും ഇതേപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കാതെ അടിപൊളിയായിട്ട് പോയി തകർത്ത് എഴുതി വരിക. ഓൾ ദി ബെസ്റ്റ്.